ഒപ്പം താമസിച്ചിരുന്ന കൂട്ടുകാരനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുക, പിന്നീട് പുറത്തറിയാതെ ചെളിയിൽ കുഴിച്ചു മൂടുക, എന്നിട്ട് ഇവർ തന്നെ സുഹൃത്തിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെടുക. നാടിനെ ഞെട്ടിച്ച അതിക്രൂര കൊലപാതകത്തിൻ്റെ വിറങ്ങലിലാണ് കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് ഗ്രാമം. ഒരു സാധാരണ മലയാളിക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടുകേൾവി മാത്രമായിരുന്നെങ്കിൽ അത് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും നിത്യസംഭവമായി മാറുകയാണ്. അതിഥി തൊഴിലാളികളെന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമേ ഇത്ര ക്രൂരമായ കൊലപാതകങ്ങൾ നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞാൽ അത് ശരിവെക്കുന്നതാണ് അടുത്തിടെ നടക്കുന്ന കൊലപാതകങ്ങൾ തെളിയിക്കുന്നത്. മധ്യകേരളത്തിൽ മാത്രം പുറത്തു വന്നുകൊണ്ടിരുന്ന അതിഥി തൊഴിലാളികളുടെ ക്രൂരതയ്ക്ക് വിധേയമായത് കൊല്ലം കണ്ണനല്ലൂർ മുട്ടയ്ക്കാവാണ്. അതിഥി തൊഴിലാളിയായിരുന്ന അൽത്താഫ് മിയ എന്ന 21കാരനാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സുഹൃത്തുക്കളായ വികാസ്, അങ്കുർ എന്നിവർ അൽത്താഫ് മിയയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ജോലി കഴിഞ്ഞ് പണം വെച്ച് ചീട്ട് കളിക്കുന്നത് ഇവരുടെ വിനോദമായിരുന്നു. അൽത്താഫ് ചീട്ടുകളിയിൽ വില്ലനായിരുന്നു. സ്ഥിരമായി കളിയിൽ വിജയിച്ച് ധാരാളം പണം അൽത്താഫ് സ്വന്തമാക്കും. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ക്രൂരമായ ഈ കൃത്യത്തിലെത്തിച്ചത്. വികാസും അങ്കൂറും കൂടി അൽത്താഫിനെ മർദ്ദിച്ച് കീഴടക്കിയ ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തി ചെളിയിൽ കുഴിച്ചിടുകയായിരുന്നു. ഒരു സുഹൃത്ത് പിടിച്ചുകൊടുക്കുകയും മറ്റൊരാൾ അറുക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇത്ര ക്രൂരമായ കൃത്യം ചെയ്യാൻ സാധാരണ മനസ്സുള്ളവർക്ക് കഴിയില്ലെന്ന് തന്നെയാണ് നാട്ടുകാരുടെ നിഗമനം. ഒരുപക്ഷെ പ്രതികൾ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്ത് ശീലമുള്ളവരാകാമെന്ന് അവർ വിശ്വസിക്കുന്നു. കൊല നടത്തിയ ശേഷം രണ്ടുപേരും സാധാരണ പോലെ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നു. ഒടുവിൽ അൽത്താഫിനെ കാണാനില്ലെന്ന വിവരം പ്രതികൾ തന്നെയാണ് നാട്ടുകാർ മുഖേന പോലീസിനെ അറിയിക്കുന്നത്. മദ്യപിച്ച ശേഷം സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കായതോടെ അൽത്താഫിനെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളിൽ ഒരാൾ തന്നെ നാട്ടുകാരെ അറിയിച്ചത്. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികളുടെ ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമുണ്ടാകുന്ന പരിശോധനകൾ, തൊഴിലാളികളുടെ നാട്ടിലെ വിവരങ്ങളോ ചരിത്രമോ ആർക്കും ലഭ്യമല്ല. ബംഗ്ലാദേശിൽ നിന്നും അതിർത്തി ചാടി ബംഗാൾ വഴി ഹൈദരാബാദിലെത്തി കൃത്രിമമായി ആധാറും ID കാർഡുമൊക്കെ സ്വന്തമാക്കിയാണ് ഇവർ പലരും കേരളത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പ്രതികൾ പറഞ്ഞ വിവരങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവുമൊക്കെ ബാക്കിയിരിക്കുകയാണ്. എന്തായാലും വിശ്വസിക്കാനാകാത്ത കൊലപാതകം മുട്ടയ്ക്കാവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു.